100 കൂട്ടം നിയമങ്ങളാണ്, 44ഓളം ഭേദഗതികളാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലുള്ളത്. ഒരു സമുദായത്തെയും ഒരു ജനതയെയും തകർക്കാമെന്ന് സ്വപ്നം കാണുന്നവരുടെ നിയമമാണ് ഈ നിയമം. ഈ നിയമത്തെ ആർജവത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി, ഇസ്സത്തോടുകൂടി നേരിടുക എന്നതാണ് ഈ ജനതയുടെ കർത്തവ്യം. ഇപ്പോൾ നിയമമാക്കിയ വഖഫ് അമെൻമെന്റ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒത്തുചേർന്ന ഈ സദസ്സിൽ വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. വളരെ ഉത്തരവാദപ്പെട്ട കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് രാഷ്ട്രീയ സാമൂഹിക വ്യക്തിത്വം ഈ സദസ്സിനോട് സംവദിച്ചു കഴിഞ്ഞു. ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ സദസ്സിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് വഖഫ് ഒരു പ്രശ്നമായി മാറുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ജനതയുടെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന്, ചരിത്രത്തിലൂടെ പല പ്രതിസന്ധികളെയും ദുർഘടമായ പാതകളും തരണം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ സമുദായം നന്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ ഈ സമുദായത്തിലെ തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു എന്നതാണ്. അങ്ങനെ മുന്നോട്ട് വന്നതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആതുരാലയങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്, അഗതി മന്ദിരങ്ങൾ നിലനിന്നിട്ടുണ്ട്, അനാഥാലയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് പ്രയോജനപ്രദമാകുന്ന സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഈ സംവിധാനങ്ങളൊന്നും തന്നെ ഏതെങ്കിലും രാജ്യത്തെ വഖഫ് ബോർഡോ അല്ലെങ്കിൽ വഖഫ് നോക്കി നടത്തുന്ന സംവിധാനങ്ങളോ ഉണ്ടാക്കിയ സംവിധാനങ്ങളെയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച ഹബീബായ ഒരു റസൂലിൻ്റെ വർത്തമാനമുണ്ടായിരുന്നു. ആ വർത്തമാനത്തിൽ നിന്ന് മുസ്ലിം ജനത തിരിച്ചറിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വന്തം ജീവിതവും സ്വന്തം കുടുംബത്തിൻ്റെ ജീവിതവും വരാനിരിക്കുന്ന തൻ്റെ തലമുറയുടെ ജീവിതത്തെക്കുറിച്ചും മാത്രം സ്വപ്നം കാണുക എന്നതല്ല. നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടി ജീവിക്കാൻ പ്രയാസമനുഭവിക്കുന്ന അഗതികളുടെയും അശരണരുടെയും ദുർബലരുടെയും ദരിദ്രരുടെയും അനാഥരുടെയും എന്തിനധികം മനുഷ്യരല്ലാത്ത ഇതര ജീവജാലങ്ങളുടെ പോലും വിശപ്പ് മാറ്റാനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നതുകൂടി മതപരമായ ഒരു പ്രവർത്തനമാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനായിരുന്നു ഹബീബായ റസൂൽ. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ എന്ന പ്രവാചകന്റെ ഈ വാക്ക് അതോടൊപ്പം തന്നെ മരണത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവിതം നിലച്ചു പോവുകയാണ് എങ്കിലും മരണത്തിനപ്പുറം വരാനിരിക്കുന്ന മരണം പോലും മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നും മരണത്തിനപ്പുറം വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൽ തൻ്റെ സുഹൃതങ്ങളും തൻ്റെ സൽപ്രവൃത്തികളും വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് എന്നെന്നും നിലനിൽക്കുന്ന സദഖത്തുൻ ജാരിയ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട്
മുസ്ലിങ്ങളിൽ സമ്പത്തുള്ളവരിൽ മഹാഭൂരിഭാഗം ആളുകളും തങ്ങളുടെ സമ്പത്ത് പല സ്വഭാവത്തിൽ വഖഫായി പല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുകയുണ്ടായി. പള്ളികൾക്ക്, മദ്രസകൾക്ക്, കോളേജുകൾക്ക്, യൂണിവേഴ്സിറ്റികൾക്ക്, ആതുരാലയങ്ങൾക്ക്, അനാഥശാലകൾക്ക്, കിണറിന് വേണ്ടി എന്ന് വേണ്ട സമൂഹത്തിലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നീങ്ങി വെച്ച ഒരു സ്വത്താണ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാനിത് പറയാനുള്ള കാരണം കേരളത്തിൻ്റെ തെരുവുകളിൽ സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചാരകരെ സാധാരണക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വഖഫ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഭൂമിയിലേക്കും ചൂണ്ടിക്കൊണ്ട് ഇത് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റും. തലശ്ശേരിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ തിങ്ങിത്തുകൂടിയ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്ന പ്രചാരകരത് വിളിച്ചു പറയുമ്പോൾ സാധാരണക്കാരത് കേട്ടിട്ട് വിശ്വസിക്കുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ നോക്കി ഇത് വഖഫാണ്, അത് വഖഫാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുക്കുന്ന ഭൂമിയാണ് വഖഫ് എന്ന്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തോടല്ല അവർക്കൊരു കാലത്തും പ്രതിബദ്ധത. നിർമ്മിതമായ നുണക്കഥകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ഫാക്ടറികളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നുണകൾ, ആ നുണകൾ സത്യമാണ് എന്ന സ്വഭാവത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ കീറിമുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ മതേതരത്തെ അവർ തകർക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിങ്ങളുടെ വിശുദ്ധമായ പള്ളികൾ, ബാബരി മസ്ജിദാണെങ്കിലും ശരി, അതിനുശേഷം അവകാശം ഉന്നയിച്ച മസ്ജിദുകളാണെങ്കിലും ശരി, ഇതുപോലെയുള്ള കള്ളപ്രചാരണത്തിലൂടെയാണ് അവർ ജനങ്ങളെ സമൂഹത്തിൽ പലപ്പോഴും വിഭാഗീയമായി വേർതിരിക്കാനും അങ്ങനെ ജനങ്ങൾക്കിടയിൽ വേർതിരിപ്പുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷലിപ്ത പ്രചാരം നടത്തുന്നവരാണ് വഖഫിനെ കുറിച്ച് ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവഗാമികളായ സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്ത ഭൂമിയുണ്ട്. ഇന്ത്യയിൽ തന്നെ 1,20,000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 9,40,000 ഏക്കറുകൾ ഭൂമി വഖഫ് ഭൂമിയായിട്ട് ഇന്ത്യയിലുണ്ട്. വഖഫ് ഭൂമി മാത്രമാണിത്. കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഭൂമിയായിട്ട് മാത്രം 9,09,00,000 ഏക്കറോളം വരുന്ന 1,20,000 കോടിയോളം വിലമതിക്കുന്ന വഖഫ് സ്വത്തുകൾ ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ത്യയിലെ പൂർവഗാമികളായ മുസ്ലിങ്ങൾ ഇത് കൊടുത്തിട്ടാണ്. ഈ വഖഫ് മുഴുവനും സംഘപരിവാറും RSSും നരേന്ദ്രമോദിയും അമിത്ഷായും പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ കയ്യിൽ പണമുള്ള കാലത്തോളം സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും ഒരു ദയക്കും കാത്തു നിൽക്കാതെ അവരവരുടെ പണം ജനങ്ങൾക്ക് വേണ്ടി വാരി വരിച്ച് ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. പെരുന്നാളിന്റെ ദിവസം മാത്രം ഫിത്ർ സക്കാത്തായിട്ട് മുസ്ലിങ്ങൾ ചെലവഴിക്കുന്നത് കേരളത്തിൽ പഴയ കണക്കനുസരിച്ച് ഏകദേശം 75 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ വകയുള്ളവരെല്ലാവരും തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണ്. അപ്പോൾ 75 ലക്ഷത്തിൽ 50 ലക്ഷം ആളുകൾ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ 50 ലക്ഷം ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് 100 രൂപ കൊടുത്താൽ തന്നെ ആ സംഖ്യ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 50 ലക്ഷം ആളുകൾ 1 രൂപ കൊടുത്താൽ 50 ലക്ഷമായി. 50 ലക്ഷം ആളുകൾ 100 രൂപ കൊടുത്താൽ അത് 500 മില്യൺ ആണ് അതിന്റെ കണക്ക്. ഇങ്ങനെ പണം ചെലവഴിക്കുന്ന ഒരു ജനതയെ, അങ്ങനെ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് വഖഫ് എന്നും മറ്റുമെന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ സൽപ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ചെലവഴിച്ച വഖഫ് സ്വത്തുകൾ അത് പിന്നീട് പല ആളുകളും പല സ്വഭാവത്തിലും കൈകാര്യം ചെയ്തു. അത് പല സ്വഭാവത്തിലും കൈകാര്യം ചെയ്യുകയും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഘടന, നമ്മുടെ രാജ്യത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പിന്നീടുണ്ടായതാണ്. ഒരു 200 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 500 വർഷം മുമ്പോ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള സംവിധാനങ്ങളില്ല, രജിസ്ട്രേഷൻ ഇല്ല, അതുപോലെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾ പലതുമില്ല.
അതുകൊണ്ട് തന്നെ ആളുകൾ വാക്കാലും മറ്റും വാഗ്ദാനമായി നൽകിയ വഖഫ് പ്രോപ്പർട്ടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ ഈ വഖഫ് പ്രോപ്പർട്ടികൾ നിയന്ത്രിക്കാൻ, അതിന് മേൽനോട്ടം വഹിക്കാൻ, അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, അതിൻ്റെ വാക്കിഫ് എന്തിനു വേണ്ടിയാണോ അത് നീക്കിവെച്ചത് അതേ ഉദ്ദേശത്തിന് തന്നെ ഈ വഖഫ് പ്രോപ്പർട്ടികൾ ചെലവഴിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് പിൽക്കാലത്ത് വഖഫ് ബോർഡുകൾ നിലവിൽ വരുന്നത്. 1913 മറ്റോ ആണ് ആദ്യമായിട്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് മുസ്ലിങ്ങളുടെ കൈവശമുള്ള വഖഫ് പ്രോപ്പർട്ടികൾ അതിനെ മേൽനോട്ടം വഹിക്കാനും അതിനെ ഫലപ്രദമായ സ്വഭാവത്തിൽ ഉപയോഗിക്കാനും വിനിയോഗിക്കാനും. അല്ലാണ്ട് RSSകാരൻ പറയുന്ന പോലെ റോട്ടിൽ കാണുന്ന ഭൂമിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാനല്ല വഖഫ് ബോർഡ് വഴി ഉണ്ടായത്. ഈ ഭൂമി പിൽക്കാലത്ത് അതിനൊരു വ്യവസ്ഥയും അതിനൊരു ഒരു സംവിധാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിൽക്കാലത്ത് വഖഫ് ബോർഡുകളും വഖഫ് നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത് ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അതിന് കുറച്ചുകൂടി ഘടനാപരമായ പരിഷ്കരണങ്ങൾ ഉണ്ടായി. കുറച്ചുകൂടി വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നതിന് ചില വ്യവസ്ഥകൾ ഉണ്ടായി. ആ വ്യവസ്ഥകളൊക്കെ ഉള്ള വഖഫ് നിയമം ഇവിടെ നിലനിൽക്കെയാണ് ഇപ്പോൾ സംഘ് പരിവാർ പുതിയ വഖഫ് അമെൻമെന്റ് ബില്ലുമായി വന്നിരിക്കുന്നത്. എന്താണ് ഈ ബില്ലിന്റെ ലക്ഷ്യം? ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ബില്ലിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വഖഫ് പ്രോപ്പർട്ടിയെ ഈ പല സ്വഭാവത്തിൽ കൈവച്ച് മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ സ്വാശ്രയത്വത്തെ, മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ ശക്തിയെ ചെറുക്കുക എന്നതാണ് RSS ലക്ഷ്യം വെക്കുന്ന ലക്ഷ്യം. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചവരാണവർ. മുസ്ലിങ്ങളെ മാത്രമല്ല, ഒന്നാം ഘട്ടത്തിൽ മുസ്ലിങ്ങളെ. പിന്നെ പലരുമുണ്ട്, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പലരുമുണ്ട് അവരുടെ ലിസ്റ്റിൽ. അവസാനം സവർണർ മാത്രം അനുഭവിക്കുന്ന, അങ്ങനെ സവർണ ഫാസിസ്റ്റുകൾക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ലോകമായി ഈ രാജ്യത്തെ മാറ്റണമെന്നതാണ് RSSന്റെ അജണ്ട. ഈ അജണ്ടയുമായി നടക്കുന്നവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ശത്രുവായി മുസ്ലിങ്ങൾ മാറാനുള്ള കാരണം എന്താ? അതറിയണമെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് നാം സഞ്ചരിക്കണം. ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിലുള്ള അതിപുരാതനമായ ദ്രവീഡിയൻ സംസ്കൃതിയെ നശിപ്പിച്ചുകൊണ്ട് മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മനുഷ്യരെ ജാതികളായി വർഗീകരിക്കുകയും ആ ജാതികളിൽ തന്നെ ഒരു ഉന്നത കുലജാതന്നെ മാത്രം അനുഭവിക്കാനുള്ളതാണ് ഇവിടെയുള്ള സമ്പത്തും അധികാരവുമെന്ന് അവർ രേഖപ്പെടുത്തുകയും മനുഷ്യരെ ജാതികളായി തരംതിരിച്ചതിന് ശേഷം ഇന്ത്യയിലെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ പഞ്ചമർ എന്ന് പറഞ്ഞിട്ട്, ദളിതുകൾ എന്ന് പറഞ്ഞിട്ട് മനുഷ്യജാതിക്ക് പുറത്തുള്ള, അഥവാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇടയിലുള്ള ഒരു ജാതിയാക്കി പരിഗണിക്കുകയും ചെയ്ത ഒരു വൃത്തികെട്ട സംസ്കൃതി അതായിരുന്നു ആര്യവംശീയതയുടെ സംസ്കൃതി. ആ ഒരു സംസ്കൃതി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ സംസ്കൃതിയെ കടപിഴക്കി എറിഞ്ഞുകൊണ്ട്, ഈ സംസ്കൃതി കൊണ്ടു നടക്കുന്നവന്റെ ഹൃദയത്തിലും മുഖത്തും അവന്റെ അധികാര സിംഹാസനത്തിലും പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത്. ഇന്ത്യയിൽ ഇസ്ലാം മനുഷ്യ സമൂഹത്തിനിടയിൽ വിഭാഗീയതയുണ്ടാക്കുകയല്ല ചെയ്തത്. മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരൊന്നാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശുദ്ധന്മാരെ ദൈവത്തെ സൂക്ഷിക്കുന്നവരാണ്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മിസ്, മനുഷ്യൻ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് നൂറുകണക്കിന് വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലാത്ത ബുദ്ധിജീവികൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിന്റെ പോലും ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന്റെ പോലും ചരിത്രം 100 വർഷം മുമ്പ് ഇവിടെയുള്ള താഴ്ന്ന ജാതിയിൽ പിറന്ന സ്ത്രീകൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല, മുലക്കരമുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കാനുള്ള ഒരു കരുത്ത്, അത് വിശദീകരിക്കാനുള്ള ഈ സദസ്സിനെ നോക്കിക്കൊണ്ട് വിശദീകരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. മുലക്കരമുണ്ടായിരുന്നു ഇവിടെ.
ഇവിടെ താഴ്ന്ന ജാതിയിൽ പിറന്നവൻ കുബേര പുത്രന്മാരെ കാണുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മാറി നിൽക്കണമായിരുന്നു. ഇതിനെതിരെ ശബ്ദിച്ചു എന്നതിന്റെ പേരിലാണ് ഇന്നും ടിപ്പുവിന്റെ പേര് പട്ടിക്കിടണമെന്ന് ഇവിടെയുള്ള സംഘപരിവാർ തീരുമാനിച്ചത്. എന്താ ടിപ്പു സുൽത്താൻ ചെയ്ത തെറ്റ്? ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷുകാർക്കെതിരെ ഐതിഹാസികമായ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ പോരാട്ടങ്ങൾ 2-3 പോരാട്ടങ്ങൾ മാത്രമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സായുധ വിപ്ലവത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒരടി വിട്ടുവീഴ്ച ചെയ്യാതെ പതറാതെ പൊരുതി നിന്ന ഇന്ത്യയിലെ ഏക നാട്യരാജാവായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ടിപ്പു സുൽത്താൻ ഇന്നും സംഘപരിവാറിന് ഒരു ഭീകരനായി മാറാനുള്ള കാരണം ഈ നാട്ടിൽ പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള വഴി വേണം, ബ്രാഹ്മണന്മാർ നടക്കുന്ന വഴിയിലൂടെ സാധാരണക്കാർ നടക്കരുത് എന്ന നിയമം മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. മുലക്കരം പോലെയുള്ള വൃത്തികെട്ട ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിന്റെ മാലിന്യങ്ങളെ പിഴുതു മാറ്റാൻ വേണ്ടി, അതിനെ വലിച്ചെറിയാൻ വേണ്ടി ടിപ്പു സുൽത്താൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചതിന്റെ പേരിലാണ് ടിപ്പു ഇന്നും അവരുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായി മാറിയത്. ഇത് തന്നെയാണ് മുസ്ലിങ്ങളുടെയും പ്രശ്നം. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് അക്രമം ചെയ്തിട്ടാണോ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രവാചകന്റെ സഹചാരിയായ 2ാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബിന്റെ വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ്. ജെറൂസലമിലെ ബൈത്തുൽ മഖ്ദസ്, ആ ജെറൂസലമിലേക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് പ്രവേശിച്ചപ്പോൾ ക്രൈസ്തവരായിരുന്നു ജെറൂസലമിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ. അദ്ദേഹത്തെ നമസ്കരിക്കാൻ വേണ്ടി സമയമായപ്പോൾ ക്രൈസ്തവർ അദ്ദേഹത്തോട് അദ്ദേഹം നിൽക്കുന്ന ചർച്ചിന്റെ ഉള്ളിൽ നമസ്കരിച്ചുകൊള്ളൂ എന്ന് കൽപ്പിച്ചു. ഖലീഫ ഉമറിന്റെ മറുപടി, ഞാൻ ഇവിടെ നിസ്കരിക്കില്ല. കാരണം ഞാൻ നിസ്കരിച്ചാൽ നാളെ ഞാൻ നിസ്കരിച്ച സ്ഥലമാണിതെന്ന് പറഞ്ഞിട്ട് എന്റെ പിൻഗാമികൾ ഇതിൽ അവകാശവാദം ഉന്നയിക്കുമെന്ന് പറഞ്ഞ് ആ ചർച്ചിൽ നമസ്കരിക്കുന്നതിന് പകരം ബൈത്തുൽ മഖ്ദസിലെ മറ്റൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പാറയുടെ മുകളിൽ പോയിട്ടാണ് ഖലീഫ ഉമർ നിസ്കരിച്ചത്. ഇത് മുസ്ലിങ്ങളുടെ മാതൃകയാണ്. ആരുടെയും അവകാശങ്ങൾ ഈ ജനതയ്ക്ക് വേണ്ട. ബാബരി മസ്ജിദ് വിഷയം ഇവിടെ കത്തിയാളിയപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ വർത്തമാനം ഇന്നും ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ബാബരി മസ്ജിദ് ഏതെങ്കിലും ക്ഷേത്രം തകർത്തുകൊണ്ടാണ് സ്ഥാപിതമായത് എന്ന് തെളിയിച്ചാല് മുസ്ലിങ്ങൾ അതിന്റെ അവകാശവാദം വിട്ടുതരാൻ സന്നദ്ധമാണ്. ഇന്ത്യയിലെ മതേതര സമൂഹത്തോടൊപ്പം ചേർത്ത് നിന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത് പറഞ്ഞത്. ഞങ്ങൾക്കത് ആവശ്യമില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ക്ഷേത്രം തകർത്തിട്ടാണ് ബാബരി മസ്ജിദ് ഇവിടെ സ്ഥാപിതമായത് എന്ന് തെളിയിച്ചാൽ അവസാനം ബാബരി മസ്ജിദ് ഈ സംഘപരിവാറിന് വിട്ടുകൊടുക്കാനുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായപ്പോൾ ആ ജഡ്ജ്മെന്റിൽ എന്താണ് കോടതിയിലെ ജഡ്ജിമാർ, ഇന്ത്യയിലെ പ്രഗത്ഭരായ ന്യായാധിപന്മാർ എഴുതി വെച്ചത്? അവർ പറഞ്ഞു, ബാബരി മസ്ജിദ് ക്ഷേത്രം തകർത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് തെളിവില്ല. അതിനിടയിൽ ഏതോ ഒരു അവശിഷ്ടം കാണുന്നുണ്ട്, പക്ഷേ അത് ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് തെളിവില്ല. ബാബരി മസ്ജിദ് പൂട്ടിക്കാൻ വേണ്ടി അവിടെ അന്യായമായി വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിച്ചത് തെറ്റാണ്. അവിടെ ശിലാന്യാസം നടത്തിയ തെറ്റാണ്. അത് തകർത്തത് തെറ്റാണ്. എല്ലാം തെറ്റാണ്. എങ്കിലും ഈ പള്ളി നിൽക്കുന്ന പ്രദേശം ഞങ്ങൾ ഇവർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ഈ ഹൈന്ദവ ട്രസ്റ്റിന്റെ ബാബരി മസ്ജിദ് വിട്ടുകൊടുത്തത്. ഇതാണ് ഇവിടെ നടന്നത്. മുസ്ലിങ്ങൾക്ക് അന്യായമായി ആരുടെയും സമ്പത്ത് ആവശ്യമില്ല, ഒരാളുടെയും വീട് ആവശ്യമില്ല, ഒരാളുടെയും അമ്പലവും ചർച്ചും ആവശ്യമില്ല. കാരണം ഈ ജനതയ്ക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ ജനത തന്നെ അവരുടെ പണം ചെലവഴിച്ചുകൊണ്ട്, കാരണം സ്വന്തം പൈസയുടെ സ്വന്തം പണത്തിന്റെ 2.5% നിർബന്ധിതമായി ദാനം ചെയ്യാനുള്ളതാണ് എന്നും ഇനി വഖഫ് ചെയ്യുകയാണ് എങ്കിൽ സ്വന്തം സമ്പത്തിന്റെ 1/3 വരെ, അതിൽ കൂടുതൽ ചില ആളുകൾ വഖഫ് ചെയ്തപ്പോഴാണ് അത്ര വേണ്ട 1/3 മതി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അവരെ തടഞ്ഞു നിർത്തുകയുണ്ടായി, ലിമിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 1/3 വരെ വഖഫ് ചെയ്യാൻ സന്നദ്ധരാകുന്ന ഒരു ജനതയാണ് ഈ ജനത. ഇങ്ങനെയുള്ള ഒരു ജനതക്കെതിരെയാണ് വിഷലിപ്തമായ പ്രചാരണം ഇവിടെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ചെയ്യുന്നത് തന്നെ തടയാനുള്ള ചില നിയമങ്ങളാണ് ഈ നിയമത്തിലുള്ളത്. ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്നാണ്
പുതിയ നിയമത്തിലെ ഒരു വ്യവസ്ഥ. ആർക്കും വഖഫ് ചെയ്യാം, മുസ്ലിം മാത്രമല്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിലെ കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ, സാമൂതിരി രാജാവ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളി നൽകിയിട്ടുണ്ട്. എല്ലാവരും നൽകും. ഒരു രാജ്യത്തെ ഭരണകൂടം മറ്റു പല ജനവിഭാഗങ്ങൾക്ക് പലതും നൽകും. ഇപ്പോൾ UAE അവിടെ ക്ഷേത്രമുണ്ടാക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ സ്ഥലം കൊടുക്കുമ്പോൾ അതൊക്കെ ലോകത്ത് നടക്കുന്ന സ്വാഭാവികമായ ഒരുപാട് പ്രവൃത്തികളാണ്. ഇന്ത്യയിലെയും പല നാട്ടുരാജാക്കന്മാരും മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാനും ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമ്മിക്കാനും ക്രിസ്ത്യാനികൾക്ക് ചർച്ച് ഉണ്ടാക്കാനും മറ്റു പല മതവിശ്വാസികൾക്കും അവരുടെ ആരാധനാലയം നിർമ്മിക്കാനും ഭൂമി നൽകിയിട്ടുണ്ട്, പലതും നൽകിയിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ 5 വർഷം മതം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് വഖഫ് ചെയ്യാൻ അനുവാദമുള്ളൂ. ഒരാൾ പുതുതായി ഇസ്ലാമിലേക്ക് വന്നു. ഉദാഹരണത്തിന്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു മതമാണ്. കാരണം ഇതൊരു ദർശനമാണ്, ഇതൊരു ആശയമാണ്. ഈ ആശയത്തെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതാക്കാം, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നശിപ്പിക്കാം, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കൽത്തുറുങ്കിലടക്കാം, മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ തടുത്തു നിർത്താം. പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലൂടെ ഈ എല്ലാതരം ഈ തടവറകളെയും എല്ലാതരം തടസ്സങ്ങളെയും അതിജയിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകും. കാരണം അതൊരു ജീവിക്കുന്ന ദർശനമാണ്, അതൊരാശയമാണ്. മനുഷ്യനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഉജ്ജ്വലമായ ഒരു ദർശനമാണ് ആ ദർശനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ ദർശനത്തിൽ ആളുകൾ കടന്നു വരും. ഡെൻമാർക്കിൽ പ്രവാചകനെ അപഹസിക്കാനും പ്രവാചകനെ കുറിച്ച് അപഹാസ്യമായ പ്രചാരണങ്ങൾ മാത്രം നടത്തിയ ഒരാള്, പ്രവാചകനെ ഏറ്റവും ഭീകരനായി ചിത്രീകരിച്ച ഒരാള്, പ്രവാചകനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് വികൃതമായ സ്വഭാവത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി. അങ്ങനെ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി പലതും വായിച്ച് അവസാനം അദ്ദേഹം മുസ്ലിമായി. ഇതൊക്കെ ലോകത്ത് സംഭവിക്കും. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ RSSകാരന്റെയും പിൻഗാമികൾ തന്നെ ഈ ഐതിഹാസികമായ ദർശനത്തെ ഉൾക്കൊള്ളുന്ന കാലം വരും. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ കാലം വന്നാൽ ഒരാൾ വഖഫ് ചെയ്താൽ ആ വഖഫായി പരിഗണിക്കില്ല എന്ന പുതിയ നിയമം. എന്നൊരു മുസ്ലിം വഖഫ് ചെയ്താൽ തന്നെ, വഖഫ് ചെയ്താൽ ബന്ധുക്കൾക്ക് നഷ്ടം ഉണ്ടാവും, അനന്തരാവകാശികൾക്ക് നഷ്ടം ഉണ്ടാവും. സ്വത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന സമ്പത്താണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് പ്രശ്നം തന്നെയാണ്. ഒരാളുടെ പിതാവ് വഖഫ് ചെയ്തു, മക്കൾക്ക് അല്ലെങ്കിൽ മകൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയി പറയാം, എൻ്റെ പിതാവ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇസ്ലാം എന്നെങ്ങനെ മനസ്സിലാക്കാം? ഇതിലൊക്കെ കോടതിക്കും ഇവിടെയുള്ള സർക്കാരിനും ഇടപെടാൻ അനുവാദം നൽകുകയും അങ്ങനെ ഈ സമുദായത്തെ തന്നെ ശൈഥില്യമുണ്ടാക്കാൻ, ശിഥിലീകരിക്കാനുമുള്ള RSSന്റെ നിഗൂഢമായ സൂത്രം ഈ വഖഫ് ബില്ലിന് പിന്നിലുണ്ട്. 5 വർഷം പ്രാക്ടീസ് ചെയ്യാൻ എന്ന് തെളിയിക്കാൻ പറ്റുമോ? മതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശ്വാസമാണ്. ഒരാളുടെ വിശ്വാസം, ഒരാൾ എത്ര വർഷം അത് പ്രാക്ടീസ് ചെയ്യുന്നോ അത് ആത്മാർത്ഥമാണോ അല്ലേ എന്നൊന്നും കോടതിയിൽ പോയി തെളിയിക്കാൻ പറ്റുന്ന വസ്തുതയല്ല. അപ്പൊ ഇവിടെ വഖഫ് തന്നെ ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനാണ് RSSകാർ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫിന്റെ പ്രയോജനമാർക്ക? കേരളത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപാട് കോളേജുകൾ, സ്കൂളുകൾ, മദ്രസകൾ, കിണറുകൾ, ആതുരാലയങ്ങൾ, ഹോസ്പിറ്റലുകൾ, അനാഥാലയങ്ങൾ ഇതൊക്കെ സ്ഥാപിതമായപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഈ രാജ്യത്തെ പൗരന്മാർക്കാണ് ലഭിക്കുന്നത്. പൗരന്മാർക്ക് ബെനിഫിറ്റ് ലഭിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ സമുദായം സ്വയം സ്വാശ്രയത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നത് തടഞ്ഞു നിർത്തുക എന്നതാണ് RSSന്റെ അജണ്ട. ഇതൊരു വഖഫിൽ മാത്രം ഒതുങ്ങുന്ന അജണ്ടയല്ല. നമ്മൾ അറിയണം, ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്, സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റികൾ. അവർ പൈസ പിരിക്കും, നാട്ടുകാരോടും പിരിക്കും, വിദേശികളോടും പിരിക്കും. വിദേശികളുടെ പൈസ പിരിക്കാൻ ഇന്ത്യയിലെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലല്ല, ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അതിന് അനുവാദമുണ്ട്. പക്ഷെ പൈസ പിരിക്കുന്നത് ഗവൺമെന്റ് അറിഞ്ഞിട്ടായിരിക്കും. അതിന്റെ കണക്ക് ഗവൺമെന്റിന് സമർപ്പിക്കണം. അങ്ങനെ പൈസ പിരിച്ചിട്ട് ഈ ചാരിറ്റബിൾ സൊസൈറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അവർ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, കോളേജ് ഉണ്ടാക്കുന്നു, സ്കൂൾ ഉണ്ടാക്കുന്നു, അവർ അനാഥാലയങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ പോയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇവിടെയുള്ള പാവപ്പെട്ട എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഫറൂഖ് കോളേജിനെ കുറിച്ച് പറഞ്ഞു, അത് മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണോ?
കോളറ വ്യാപിച്ച് കേരളത്തിലെ പല ആളുകളും മരിച്ചൊടുങ്ങിയ കാലത്താണ് പഞ്ചാബിൽ നിന്നുള്ള 2 സഹോദരന്മാർ വന്നിട്ട് കേരളത്തിലെ JDT എന്ന് പറയുന്ന അനാഥാലയം ഒരു വഖഫ് സ്വത്ത് എന്ന അർത്ഥത്തിൽ ഇവിടെ സ്ഥാപിച്ചത്. അതിന്റെ ബെനിഫിറ്റ് ആർക്കാ? ഈ രാജ്യത്തെ നിവാസികൾക്ക്. അപ്പൊ ഈ രാജ്യത്തെ ഗവൺമെന്റിന് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന് പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാകുന്നു, പ്രളയമുണ്ടാകുന്നു. ആരാണ് വീടുണ്ടാക്കാനും മറ്റുമൊക്കെ മത്സരിച്ച് മുന്നോട്ട് പോകുന്നത്? കേരളത്തിലെ ചാരിറ്റബിൾ സംഘങ്ങൾ. ആ സംഘങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലെ ഒരു ജനത എന്ന അർത്ഥത്തിൽ മുസ്ലിങ്ങളുണ്ട്. ഇത്തരം ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് വിദേശത്ത് നിന്ന് പൈസ വരുന്നത് തടയാൻ വേണ്ടി ഇപ്പോൾ അവരുടെയൊക്കെ FCA സർക്കാർ എടുത്തു കളഞ്ഞു. ഏകദേശം ഏതാണ്ടല്ല മുസ്ലിം ചാരിറ്റബിൾ സൊസൈറ്റികളുടെയും ട്രസ്റ്റുകളുടെയും വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുവാദം സർക്കാർ റദ്ദാക്കി. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഒരു ഭാഗത്ത് വഖഫ് സ്വത്ത് ഇനി ആരും വഖഫ് ചെയ്യണ്ട, മറുഭാഗത്തെ FCA റദ്ദ് ചെയ്തു. മൂന്നാമത് ഇപ്പോൾ EDA വിട്ടിട്ട് ഇനി വിദേശത്ത് നിന്ന് പൈസ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെയുള്ള കോളേജും മദ്രസയും മറ്റുമൊക്കെ നടക്കുന്നത് ഇവിടെയുള്ള ധനാഢ്യന്മാർ അവർ അകമഴിഞ്ഞ് സഹായിച്ചിട്ടാണ്. അവർ പൈസ കൊടുക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ അനാഥാലയത്തിന് വേണ്ടി, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്ന പണക്കാർ ഈ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള പണക്കാരോട് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പൈസ കൊടുത്താൽ എന്തിനാ കൊടുത്തത്? അവരെ പേടിപ്പിക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പൊ EDA വിട്ടിട്ട് ഇവിടെ EDA വിട്ട് പേടിപ്പിക്കും. നിങ്ങൾ ആരെങ്കിലും നല്ലൊരു കാര്യത്തിന് പണം കൊടുത്താൽ അത് തടയുക. അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ സ്വാശ്രയത്വത്തെ, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയെ നശിപ്പിച്ചു കളയാമെന്നാണ് RSSകാരും സംഘപരിവാറും ആഗ്രഹിക്കുന്നത്. അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തങ്ങളുടെ ദുർബലമായ, തങ്ങളുടെ നിസ്സാരമായ വായ ഉപയോഗിച്ചുകൊണ്ട് ഈ ആകാശത്തോളം വിശാലമായ ദൈവത്തിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരി, ദൈവം അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് എത്ര അസഖ്യമായാലുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്വാശ്രയത്വം, സാമ്പത്തിക സ്വാശ്രയത്വം തടഞ്ഞു നിർത്തി. അങ്ങനെ മുസ്ലിങ്ങളെ അവർ പണ്ട് പറഞ്ഞതുപോലെ ഇവിടെ പണ്ട് പലരും പറഞ്ഞു വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ദയയോടുകൂടി യാചിക്കുന്നവരുമായി മാറണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ RSSകാരനോട് എനിക്ക് പറയാനുള്ളത്, സമീപകാലത്ത് തന്നെ ഇതുപോലെയുള്ള ചില രാജ്യങ്ങളുടെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് യൂറോപ്പിനും ഏഷ്യക്കും ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം. 1920കളിൽ മതേതരത്വത്തിന്റെ ഭ്രാന്തമായ മതവിരുദ്ധമായ മതേതരാശയവുമായി കടന്നു വന്ന അത്താതുർക്ക് എന്ന് പറയുന്ന ഭരണാധികാരി തുർക്കിയിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളുടെ സ്വാശ്രയത്വത്തെയും നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വഖഫ് പ്രോപ്പർട്ടിയെ കൈവച്ചു. മുസ്ലിങ്ങളുടെ എൻഡോമെന്റ് ഫണ്ടുകൾ മുഴുവനും തന്നെ ഗവൺമെന്റിന്റെ ഖജാനയിലേക്ക് ലയിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിരോധിച്ചു. അറബി ഭാഷ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു. അറബി ഭാഷ സംസാരിക്കരുത്, ബാങ്ക് കൊടുക്കരുത്, പരസ്യമായി മതം പ്രാക്ടീസ് ചെയ്യരുത്. എൻഡോമെന്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, വഖഫ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മതകാര്യങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യരുത് എന്ന് ഈ തുർക്കിയിലെ അത്താതുർക്ക് എന്ന് പറയുന്ന ഈ ഭീകരനായ മതനിഷേധി തീരുമാനിച്ചു. പക്ഷേ അത്താതുർക്കും അദ്ദേഹത്തിന്റെ അനുചരന്മാരും കഴിഞ്ഞ ഒരു 60 വർഷക്കാലം തുർക്കിയിൽ നിന്ന് ഇസ്ലാമിനെ ഇങ്ങനെ പിഴുതെറിയാൻ ശ്രമിച്ചിട്ടും ആ ഇസ്ലാം പൂർവാധികം ശക്തിയോടുകൂടി തുർക്കിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ജനതയുടെ ഹൃദയധമനികളിലൂടെ രക്തം സഞ്ചരിക്കുന്ന കാലത്തോളം ഈ സമുദായത്തെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെയും പിഴുതെറിയാന് നിങ്ങൾക്ക് സാധ്യമല്ല. വഖഫ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ സമുദായത്തിലൂടെ പറയും, ഇവിടെ പേടിച്ചുകൊണ്ടല്ല ഈ സമുദായം ഇവിടെ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കൽ മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല, എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാകുന്നത്. ഈ സമുദായം നിഷ്കാസിതമാകുമെന്ന ഭയം ഈ സമുദായത്തിനില്ല.
നിങ്ങൾ സ്വാശ്രയത്വമില്ലാതാക്കി ട്രസ്റ്റുകളെയും സൊസൈറ്റികളെയും പണം കൊടുക്കുന്ന പണക്കാരെയുമൊക്കെ പേടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴേ നിങ്ങളുടെ പേടിപ്പിക്കലിന് മുമ്പിൽ ഞങ്ങൾ പേടിക്കുകയില്ല എന്ന് പറയുന്ന പണക്കാര് ഈ സമുദായത്തിൽ ഉയർന്നു വരണം. വലാ യഖാഫൂന ലൗമത ലായിമിൻ, വചനം സൂചിപ്പിക്കുന്നത് പോലെ ഒരാക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാതെ നിങ്ങൾ വഖഫ് പറഞ്ഞിട്ട് വഖഫ് ബോർഡൊക്കെ പിടിച്ചെടുത്ത് വഖഫ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്റെ സമ്പത്തിന്റെ 1/3 ഇതാ ഞങ്ങൾ ഈ കുറ്റാടിക്കാരുടേതായ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അതിന് കൊടുക്കുന്നു എന്ന് ഇവിടെയുള്ള പണക്കാരൻ തീരുമാനിച്ചാല്, ഈ ജനത തീരുമാനിച്ചാല്, ആ തീരുമാനത്തിന് മുമ്പിൽ ഒലിച്ചു പോകുന്നത് മാത്രമാണ് RSSകാരന്റെ മുസ്ലിം വിരോധമെന്ന് സഹോദരന്മാരെ നാം അറിയണം. ഇവിടെ വഖഫ് ബോർഡിന്റെ പിന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഈ വഖഫ് നിയമത്തിൽ വഖഫ് പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ കൈവശം തന്നെ ഒരുപാട് വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ കണക്കുകൾ എടുത്ത് സൂചിപ്പിക്കുകയാണ് എങ്കിൽ ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടിയിൽ നല്ലൊരു ശതമാനം പ്രോപ്പർട്ടികൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചെറിയ കണക്ക് മാത്രം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഡൽഹിയിൽ മാത്രം ഡൽഹിയിലെ 685 വഖഫ് കയ്യേറ്റങ്ങളിൽ 114 സ്വത്തുക്കൾ ഡൽഹി വികസന വകുപ്പിന്റെ കൈവശമാണുള്ളത്. 172 സ്വത്തുക്കൾ പുരാവസ്തു വകുപ്പിന്റെ കൈവശമാണുള്ളത്. 26 എണ്ണം വിവിധ സർക്കാർ ഏജൻസികളുടെ കൈവശമുണ്ട്. അതേസമയം തന്നെ ആന്ധ്രയിലെ 81,000-ലേറെ ഏക്കർ ഭൂമി, കർണാടകയിൽ 135 വഖഫ് സ്വത്തുകൾ, ഹരിയാനയിൽ 891 സ്വത്തുകൾ, ബീഹാറിൽ 94 സ്വത്തുകൾ, കേരളത്തിൽ 30 സ്വത്തുകൾ അന്യായമായി പലരും കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഈ കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ബാധ്യത വഖഫ് ബോർഡിന്റെയും വഖഫ് ട്രൈബ്യൂണലിന്റെയുമാണ്. വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കും. അങ്ങനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞാല് ആ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കണമെന്നതാണ് നിയമം. ഇപ്പൊ പുതിയ നിയമത്തിൽ സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത്, സർക്കാരിന്റെ ഭൂമി ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയിൽ സർക്കാർ ഇങ്ങോട്ട് അവകാശവാദം ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് ഇവിടെ ഒരു ശ്മശാനമുണ്ട് എന്ന് കരുതുക, ഈ ശ്മശാനം വഖഫ് ഭൂമിയല്ല സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് ഇവിടെയുള്ള ഭരണകൂടം ഒരു അവകാശവാദം ഉന്നയിച്ചാൽ ഇന്ത്യയിൽ അത് സംഭവിക്കും. ഇന്ത്യയിലെ കാവി ഭരണകൂടങ്ങളെല്ലാം തന്നെ അത് ചെയ്യും. അങ്ങനെ അവകാശവാദം ഉന്നയിച്ചാൽ ആ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കാൻ വേണ്ടി ഒരു വഖഫ് സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും. ആ ഉദ്യോഗസ്ഥൻ തീരുമാനമെടുക്കുന്നത് വരെ ആ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നാണ് ഈ നിയമം. നിങ്ങൾ ആലോചിക്കണം, അത്ഭുതകരമായ നിയമം. നിങ്ങളുടെ ഭൂമിയുടെ മേൽ മറ്റൊരാൾ അവകാശവാദം ഉന്നയിച്ചു, നിങ്ങളുടെ പറമ്പിൽ വേറൊരാൾ അവകാശവാദം ഉന്നയിച്ചു. അപ്പോ ആ അവകാശവാദം ഉന്നയിച്ച അവകാശവാദം ശരിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാർ ഒരാളെ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിയമിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നത് വരെ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് അവകാശമില്ല. ഇതാണ് പുതിയ നിയമം. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, ഇത് RSSന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റൂ. കാരണം ബുദ്ധിയുള്ള, വിവരമുള്ള, സമ്പത്തിനെ കുറിച്ചും ക്രയവിക്രയത്തെക്കുറിച്ചും സാമാന്യ ധാരണയുള്ള ഒരു ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന നിയമമല്ല ഇത്. സർക്കാർ അവകാശവാദം ഉന്നയിച്ചാല് ഒരു ശ്മശാനത്തില് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നു. ഭ്രാന്തനായി നടക്കുന്ന യോഗിയെ പോലെയുള്ള ഭരണാധികാരികള് ഒരു അവകാശവാദം ഉന്നയിച്ചാല് ആ ശ്മശാനം പിന്നെ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സർക്കാർ നിശ്ചയിച്ച ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നത് വരെ. ഒരു പള്ളിന്റെ മേൽ സർക്കാർ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചാല് ആ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നത് വരെ ആ പള്ളിയായി മാറില്ല. ഇതാണ് ഈ വഖഫ് നിയമം. ഇത്രമാത്രം ഭീകരമായ ഒരു നിയമമായതുകൊണ്ടാണ്. ഇനിയുമുണ്ട് ഒരുപാട് വ്യവസ്ഥകൾ. ഞാൻ എല്ലാ വ്യവസ്ഥകളിലേക്കും പോകാന് സമയപരിമിതി അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയപരിമിതി അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പക്ഷേ യുക്തി കൊണ്ട് ഒരിക്കലും തന്നെ സംവദിക്കാൻ സാധ്യമല്ലാത്ത 100 കൂട്ടം നിയമങ്ങളാണ്, 44ഓളം ഭേദഗതികളാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലുള്ളത്. ഒരു സമുദായത്തെയും ഒരു ജനതയെയും തകർക്കാമെന്ന് സ്വപ്നം കാണുന്നവരുടെ നിയമമാണ് ഈ നിയമം. ഈ നിയമത്തെ ആർജവത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി, ഇസ്സത്തോടുകൂടി നേരിടുക എന്നതാണ് ഈ ജനതയുടെ കർത്തവ്യം. തീർച്ചയായും ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയും കൂടിയാണ് നിയമം.
ഭരണഘടന സംരക്ഷിക്കൽ മുസ്ലിംകളുടെ മാത്രം ബാധ്യതയല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. ഈ കെന്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക വ്യക്തിത്വങ്ങളും അതുകൊണ്ട് തന്നെ വഖഫ് സമരത്തിൽ ഈ ജനതയോടൊപ്പം ഉണ്ട് എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇനി അവരുണ്ടായാലും ഇല്ലെങ്കിലും ഒരു ജനത എന്ന അർത്ഥത്തിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ കാണുമ്പോൾ പേടിച്ച് മുട്ടിവിറക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഫമാ വഹനു ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ലഉഫു വമസ്തഖാനു, ദൈവത്തിന്റെ മാർഗത്തിൽ വിശ്വാസികളാണ് എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴേ അവർ നിന്ദിതരായില്ല, അവർ ദൗർബല്യം പ്രകടിപ്പിച്ചില്ല. വമസ്തഖാനു, അവർ തലകുനിക്കുകയും ചെയ്തില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ തലകുനിക്കാതെ അപമാന ഭാരം പേറാതെ ആത്മാഭിമാനത്തോടുകൂടി ഒരു ജനത എന്ന അർത്ഥത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന സമരം കൂടിയായി ഈ സമരം മാറണം. അതിന് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.